പിന്നെ 40-20-40 സെക്കൻഡ് റോ സീറ്റ്. അതായത് ഈ സീറ്റ് മടക്കാം, അല്ലെങ്കിൽ ഇത് മടക്കാം, അല്ലെങ്കിൽ ഇത് മടക്കാം. അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 3 മടക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. 50-50 ഫോൾഡിങ് തേർഡ് റോ സീറ്റ്. ഇത് തേർഡ് റോ സീറ്റാണ്. ഇതൊരു സീറ്റ്, ഇത് രണ്ടാമത്തെ സീറ്റ്. ഇത് രണ്ടും രണ്ടായിട്ട് മടക്കാം. ഇത് വേണമെങ്കിൽ പൊക്കി വെക്കാം. ഇത് മാത്രമായിട്ട് പൊക്കി വെക്കാം, മറ്റേ താത്തിയിടാം. അപ്പം ഇങ്ങനെ 2 സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കാവുന്നുള്ളൂ. ഈ സീറ്റിൽ വേണമെങ്കിൽ ആർക്കെങ്കിലും ഇരിക്കുകയും ചെയ്യാം. റിയർ സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ. ഇതാണ് റിയർ സീറ്റ് വിത്ത് ആംറസ്റ്റ് കപ്പ് ഹോൾഡർ. റിയർ സെൻറ്റർ ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡർ ഉണ്ട്. റിമോട്ട് കീലെസ് എൻട്രി ഉണ്ട്. കീക്ക് പകരം റിമോട്ടുണ്ട്. റിമോട്ട് വെച്ച് ലോക്കും അൺലോക്കും ചെയ്യാം. അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ക്രൂയിസ് കൺട്രോളുണ്ട്. ഹൈവേ കൂടെ പോകുമ്പോൾ ഒരു സ്പീഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഹൈവേയിൽ ക്രൂസ് സ്പീഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അതേ സ്പീഡിൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കും. സ്റ്റിയറിങ് തിരിച്ചാൽ മാത്രം മതിയാവും. ആക്സിലേറ്റർ കാലിലൊന്നും കൊടുക്കണ്ട. സ്റ്റിയറിംഗ് വീൽ കൺട്രോള്. സ്റ്റിയറിംഗ് വീലിൻ്റെ അകത്ത് കൺട്രോളുണ്ട്. ഇതാണ് സ്റ്റിയറിംഗ് വീലിൻ്റെ കൺട്രോള്. ഫോൺ അറ്റൻഡ് ചെയ്യാം, കട്ട് ചെയ്യാം, പിന്നെ വോളിയം കൂട്ടാൻ കുറയ്ക്കാം, പിന്നെ അങ്ങനെയുള്ള പിന്നെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടണ് സ്റ്റിയറിംഗ് വീലിൽ തന്നെയുണ്ട്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് കോളം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇലിമിനേറ്റർ വൈസർ വാനിറ്റി മിറർ. വൈസർ വാനിറ്റി മിറർ ഇവിടെ ഇലിമിനേഷൻ ഉണ്ട്. ഇതാണ് വാനിറ്റി മിറർ. ബ്ലൈൻഡ് സ്പോട്ട് കൊളീഷൻ വാർണിംഗ്. അത് മിററിൽ ലൈറ്റ് ഉണ്ട്, പിന്നെ സൗണ്ടും ഉണ്ട് ബ്ലൈൻഡ് സ്പോട്ട് കൊളീഷൻ വാർണിങ്ങിൽ. ഇതാണ് ബ്ലൈൻഡ് സ്പോട്ട് കൊളീഷൻ വാർണിങ്ങിൻ്റെ ഇവിടെ ലൈറ്റ് കത്തും. ബ്ലൈൻഡ് സ്പോട്ടിൽ നമ്മൾ ഇന്ന സ്പീഡിൽ ഓടണം. സാധാരണ കാർ നിർത്തിയിട്ടിരിക്കുമ്പോൾ അങ്ങനെ വരില്ല. പക്ഷേ വണ്ടി കുറച്ച് ഇത്രയും സ്പീഡിൽ ഓടിക്കഴിയുമ്പോൾ ഇങ്ങനെ ഇവിടെ ലൈറ്റ് തെളിയും. പിന്നെ അകത്ത് സൗണ്ടും കേൾക്കും നമ്മൾ ടേൺ ഇൻഡിക്കേറ്റർ ഓണാക്കി കഴിയുമ്പോൾ. പിന്നെ റിയർ ക്രോസ് ട്രാഫിക് കൊളീഷൻ വാർണിംഗ്. ഇപ്പോൾ നമ്മൾ കാറ് റിവേഴ്സിലിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുവാണെങ്കിൽ പുറകിൽ കൂടെ ഇന്ന സൈഡിൽ കൂടെ കാറ് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാരും നടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ശബ്ദം കേൾക്കും. ഒരു ശബ്ദം കേൾക്കും. പിന്നെ റിയർ വ്യൂ ക്യാമറയുടെ അകത്തും ഒരു വാർണിംഗ് പോലെ ഒരു ചിഹ്നം വാർണിംഗ് കാണിക്കുന്നുണ്ട്. പിന്നെ അക്കോസ്റ്റിക് ഫ്രണ്ട് വിൻഡ്ഷീൽഡ്. എനിക്ക് തോന്നുന്നത് സൗണ്ട് കുറയ്ക്കുന്ന തരത്തിലുള്ള മുമ്പിലത്തെ ഗ്ലാസ്. പിന്നെ ഹീറ്റഡ് ഔട്ട്സൈഡ് മിറർ വിത്ത് ടേൺ സിഗ്നൽ ഇൻഡിക്കേറ്റർ. ഹീറ്റഡ് ഔട്ട്സൈഡ് മിറർ വിത്ത് ഇതാണ് ടേൺ സിഗ്നൽ ഇൻഡിക്കേറ്റർ. ഈ മിറർ ഹീറ്റഡുമാണെന്നാണ് പറയുന്നത്. പ്രൈവസി ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിലത്തെ ഗ്ലാസ്സിൽ കുറേ ക്ലിയറായിട്ട് കാണാം. ഇവിടെ അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. ആണ് ഈ പ്രൈവസി ഗ്ലാസ് എന്ന് പറഞ്ഞത്. വാറണ്ടി 10 year 100,000 മൈൽ പവർ ട്രെയിൻ വാറണ്ടി ഉണ്ട്. പിന്നെ 5 വർഷം 60,000 ലിമിറ്റഡ് ബേസിക് വാറണ്ടി ഉണ്ട്. പിന്നെ 5 വർഷം 60,000 മൈൽ റോഡ് സൈഡ് അസിസ്റ്റൻസും ഉണ്ട്. 60,000 മൈലുള്ളൂ കേട്ടോ 5 വർഷത്തിന്. ഇത് കുറച്ച് കുറവല്ലേ. 60,000 മൈൽ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം പവർ ട്രെയിൻ വാറണ്ടി മാത്രമേ ഉള്ളൂ. ഇതാണ് പിന്നെ വേറെയുള്ള ഡീറ്റെയിൽസ്. ഇതാണ് പ്രൈസ് 27,490. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പെയിൻറ്റിന് അവർ $395 എക്സ്ട്രാ വാങ്ങിച്ചു. പിന്നെ കാർപ്പറ്റഡ് ഫ്ലോർ മാറ്റിന് $155 കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കാർഗോ നെറ്റിന് $50 ചാർജ് ചെയ്തിട്ടുണ്ട്. ഈ കാർഗോ നെറ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇതാണ് കാർഗോ നെറ്റ്. ഇതിനാണ് $50 ചാർജ് ചെയ്തത്. മെയ്ഡ് ഇൻ മെക്സിക്കോ. കാർഗോ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഗോ നെറ്റിൻ്റെ സാധനമാണിത്. കാർഗോ നെറ്റ് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ കാർഗോ നെറ്റ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ആ നെറ്റിൻ്റെ അകത്ത് കുറേ സാധനങ്ങളൊക്കെ വെക്കാൻ തോന്നുന്നു. ഞാനിതെന്തായാലും തുറന്നിട്ടില്ല ഇതുവരെ. പിന്നെ